വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജിനാണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താണ് ഈ വൈറസ് എന്ന് ആരും ചോദിച്ചാൽ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ചിലത് നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ശരീരത്തിനകത്ത് ചില പ്രതിപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ശരീരത്തിനും സമൂഹത്തിനും ഹാനികരമായി മാറും. അതാണിപ്പോ ഏറ്റവും പ്രകടമായിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ശീല വൈറസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വൈറസായിട്ട് മാറിയിരിക്കുന്നത്. പണ്ടൊക്കെ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷമാണ് വീട്ടിനകത്തേക്ക് കയറുക അല്ലേ? മരിച്ച വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടാണ് നമ്മൾ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുക. ഇതെല്ലാം ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ശരീരത്തിനകത്ത് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ അണുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് കൊണ്ട് അത് ഇതിനകത്ത് എന്താ പറയാ ഐതിഹ്യങ്ങളുമായും അതിനകത്ത് സയൻസ് വിശ്വസിച്ചാണ്. ഞാൻ അതിനെ അങ്ങനെ പറയും. മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുളിക്കുക എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? അത് ഐതിഹ്യമൊന്നല്ല. എന്തിനാ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുക? അനേകമായ ആൾക്കാർ വന്നിട്ടുണ്ടാവും, മരിച്ച വ്യക്തി ഏതെങ്കിലും അസുഖം വന്ന് മരിച്ചിട്ടുണ്ടാവും അല്ലെ? ആ അണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടി